ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, എൻ്റെ ടാരോ ക്ലാസ് സ്റ്റാർട്ടായി. ഓക്കെ, ഇനി എടുക്കുന്നില്ല, ഇനി ആരും ചേർത്തുന്നില്ല. ഓക്കെ, കുറച്ച് പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്, ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇനി പേഴ്സണൽ റീഡിങ്സും ഞാൻ കുറച്ച് ദിവസത്തേക്ക് ബിസിയാണ്. കാരണം എനിക്കിതൊന്ന് സെറ്റപ്പ് ചെയ്ത് എടുക്കാനുണ്ട്, ക്ലാസ്സിലേക്ക് വേണ്ടത് കുറച്ച് അറ്റൻഷൻ കൊടുക്കാനുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഞാൻ റീഡിങ്സ് ഒരു 1 വീക്ക് കൂടി അറ്റ്ലീസ്റ്റ് ഞാൻ ഉണ്ടാവില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം, ഞാൻ മെസ്സേജ് ഇടാം. ഓക്കെ, ഒരാഴ്ച കൂടെ ഒന്ന് കഴിയട്ടെ. ഈ ക്ലാസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ ഒരു ഫ്ലോയിൽ പോകാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ എനിക്കറിയും എത്ര എനിക്ക് സമയം കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ഓക്കെ, സോ ഫസ്റ്റ് റീഡിങ്ങിന് ഇപ്പോൾ തൽക്കാലം ഇല്ല. ഓക്കെ, ലെറ്റ്സ് സീ. ഓക്കെ, ഇന്നത്തെ ഗൈഡൻസ് നിങ്ങൾക്ക് കേൾക്കേണ്ട മെസ്സേജ് യൂണിവേഴ്സിൽ നിന്ന് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസത്തെക്കുറിച്ചായിരിക്കാം, നിങ്ങൾക്ക് അറിയേണ്ട എന്തെങ്കിലും മെസ്സേജ് ആയിരിക്കാം. ഓക്കെ, ലെറ്റ്സ് സീ എന്താ പറയുന്ന യൂണിവേഴ്സ്. വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. വെരി നൈസ്. വാവ്, സക്സസ്. 6 of Wands, Ace of Swords, 10 of Wands and Page of Pentacles. Wow. നിങ്ങൾക്കൊരു മാറ്റമാണ് വരുന്നത്. അത് ജോലിയുടെ കാര്യത്തിലായിരിക്കാം, ഹെൽത്തിൻ്റെ കാര്യത്തിലായിരിക്കാം. ചിലവർക്ക് എനിക്കെന്തോ ഹെൽത്ത് ഫീൽ ചെയ്തു എന്ന്, നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഹെൽത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഹെൽത്തിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഹെൽത്ത് ഇമ്പ്രൂവ് ആവുന്ന രീതിയിൽ പറയാം. അതിനുള്ള കറക്റ്റായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയാണ്. ആൻഡ് ആ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ചിലപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകേണ്ടി വന്നേക്കാം. ഓക്കെ, മേ ബി ചിലപ്പോൾ ഇപ്പോൾ ചെയ്യുന്ന സ്ഥലത്തല്ലാതെ ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തല്ലാതെ കുറച്ച് ദൂരെ വേറെ എവിടെയെങ്കിലും പോയി നോക്കേണ്ടി വരും. വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ, വേറെ എവിടെയെങ്കിലും ഡോക്ടർ ഓക്കെ എന്തെങ്കിലും ചിലപ്പോൾ ചെയ്യേണ്ടി വന്നേക്കാം. അത് നിങ്ങൾക്ക് പക്ഷേ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, നിങ്ങളുടെ ഹെൽത്തിനെ കുറിച്ച് വളരെ എന്താ അറിയില്ല, എൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നി. സാധാരണ ഞാൻ പറയാറില്ല, ബട്ട് എന്തോ അങ്ങനെ വന്നു. ഹെൽത്ത് നിങ്ങൾക്ക് ഒന്ന് കൺസൾട്ട് ചെയ്യുക വേറെ ആരെങ്കിലും. ഓക്കെ, വേറെ ഏതെങ്കിലും ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്തായിരിക്കാം. സോ ആ ഒരു ഗൈഡൻസ് യൂസ് ചെയ്ത്, ഐ മീൻ ആ ഒരു കാര്യം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഹെൽത്ത് ഇമ്പ്രൂവ് ആവും എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. ഇതുവരെ കുറച്ചായിട്ട് നിങ്ങൾ ഹെൽത്ത് എപ്പോഴും പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതും മാറി വരും. നല്ല രീതിക്ക് നിങ്ങൾക്ക് അതിൽ നിന്ന് ഒന്ന് പുറത്തു വരാൻ ഹെൽത്ത് ഒന്ന് ഒക്കെ ആയിട്ട് നിങ്ങൾ കുറച്ചുകൂടി ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യും, ആക്റ്റീവായിട്ട് ഫീൽ ചെയ്യും എന്ന രീതിക്ക് പറയാം. ഇവിടെ വേറെ തരത്തിൽ പറയുമ്പോൾ നമുക്ക്, ഞാൻ പറഞ്ഞു, മൂവ്മെൻറ്റ് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്കൊരു മാറ്റം കാണുന്നുണ്ട്. സ്ഥലം മാറ്റമായിരിക്കാം, ജോലിക്ക് വേണ്ടി എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുന്ന കാര്യമായിരിക്കാം. ഇതിവിടെ ലക്ക് നിങ്ങളുടെ ഭാഗത്തേക്ക് വരുന്നു. ആക്ച്വലി ആയി, ഡിവൈൻ ടൈം ആയി, നിങ്ങൾക്ക് ചില ബ്ലെസ്സിങ്സ് കിട്ടാനുള്ള സമയമായി എന്നാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ ഒരുപാട് ബേർഡൻ നിങ്ങൾ ക്യാരി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പണത്തിൻ്റെ സ്ട്രെസ് ആയിരിക്കാം, നിങ്ങൾക്ക് ഫാമിലിയുടെ സ്ട്രെസ് ഉണ്ടാവാം, ലൈക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റി നിങ്ങളുടെ മേലെ, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. ഓക്കെ, സോ ഇവിടെ അതിനൊക്കെ നിങ്ങൾക്ക് ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നു എന്നാണ്. ഈ ഒരു ബേർഡനിൽ നിന്ന് നിങ്ങൾ പുറത്ത് വരാൻ പോവുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് സക്സസ് നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്, ലക്ക് നിങ്ങളുടെ ഭാഗത്ത് വരുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ആ കാര്യത്തിനൊക്കെ നിങ്ങൾക്കൊരു സക്സസ്സിലേക്ക് എത്തുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ഐ തിങ്ക് നിങ്ങൾ ഇത് ലൈഫിൽ മുന്നോട്ട് മൂവ് ചെയ്യുന്ന തരത്തിലെടുക്കാം. നമുക്ക് എന്തെങ്കിലും പിന്നിൽ ഉപേക്ഷിച്ച് പോകുന്ന തരത്തിൽ മേ ബി ജോലിക്ക് വേണ്ടി മാറിപ്പോകുന്നതായിരിക്കാം. അഗൈൻ ഞാൻ പറഞ്ഞല്ലോ, ചിലപ്പോൾ ജോലിക്ക് വേണ്ടിയിട്ടോ ഹെൽത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഈവൻ എന്തെങ്കിലും തരത്തിൽ നിങ്ങൾ ചില കാര്യങ്ങൾ എന്തെങ്കിലും ഇത് വിട്ടുപോകുന്ന തരത്തിലല്ല, എനിക്ക് അങ്ങനെയല്ല ഫീൽ ചെയ്യുന്നത്. ഇതിവിടെ യു ആർ ജസ്റ്റ് മൂവിങ് ഓൺ. നിങ്ങളുടെ ലൈഫിൽ ജസ്റ്റ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഈ സ്ട്രെസ്സ് പിന്നിൽ നിങ്ങൾക്ക് ഉപേക്ഷിക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് കാണുന്നത്. ഐ തിങ്ക് ആ സ്ട്രെസ്സ് നിങ്ങളുടെ മാറിക്കിട്ടും. ഓക്കെ, ഐ തിങ്ക് നിങ്ങൾ മുന്നോട്ട് ലൈഫിൽ ഒരു നല്ല സക്സസ്സിലേക്ക് നിങ്ങൾ മൂവ് ചെയ്യാണ്. ഓക്കെ, നിങ്ങൾ ആക്റ്റീവ് ആവും, നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും, നിങ്ങൾക്ക് ധൈര്യത്തോടെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും, നിങ്ങൾക്ക് ഒരുപാട് കോൺഫിഡൻസ് ഫീൽ ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ വല്ലതും ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടാം. ഓക്കെ, അതായത് നമ്മൾ പറയില്ല, എന്തെങ്കിലും ഒന്നും നമ്മൾ പ്രതീക്ഷിക്കാതെ ചിലപ്പോൾ നല്ല ഒരു ചെറിയൊരു കാര്യം നമ്മുടെ ലൈഫിൽ നടക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യും, അല്ലേ? അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ദാറ്റ് ഓക്കെ ലൈഫിൽ എന്തെങ്കിലും നല്ലത് വരാനുണ്ടാവും എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ച കാര്യത്തിൻ്റെ ചെറിയൊരു ലക്ഷണം നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കാതെ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും നിങ്ങൾക്ക് നേടാനുള്ള ഒരു വഴി ഒരുങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ ശരിയാവുന്നുണ്ട്, കാര്യങ്ങൾ ബെറ്റർ ആയിട്ട് വരും എന്ന രീതിക്ക് നിങ്ങൾ കോൺഫിഡൻസ് കൊണ്ടുവരാം. ഇവിടെ ഐ ഫീൽ ദാറ്റ് നിങ്ങൾ എഫേർട്ട് ഇട്ട് തുടങ്ങിയ എന്തെങ്കിലും കാര്യം അതിൻ്റെ സക്സസ് എത്തുന്നതായിരിക്കാം. ഓക്കെ, റിലേഷൻഷിപ്സ് ആയാലും ശരി, ഓക്കെ റിലേഷൻഷിപ്സ് ആയാലും അത് ബിൽഡായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് നല്ല രീതിയിൽ വരുമെന്ന് കാണുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ
റിലേഷൻഷിപ്പിൻ്റെ കാര്യം പറഞ്ഞ സ്ഥിതിക്ക് മേ ബി ആരെങ്കിലും ഇപ്പോൾ സെപ്പറേറ്റഡ് ആയിരുന്നെങ്കിൽ, ആരെങ്കിലും വിട്ടുപോയി സെപ്പറേറ്റഡ് ആയിരുന്നു, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പേഴ്സണുമായിട്ട് സെപ്പറേറ്റഡ് ഒക്കെ ആയിരുന്നെങ്കിൽ അത് തിരിച്ചു വരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ഒരു സോറി പറഞ്ഞ് തിരിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഐ തിങ്ക് ഇന്നലത്തെ റീഡിങ്ങുമായിട്ട് മാച്ച് ഉണ്ട്. അല്ലാത്തവർക്ക് ഇപ്പോൾ ജോലിയുടെ കാര്യം ഞാൻ പറഞ്ഞു, ജോലി നഷ്ടപ്പെട്ടതാണെന്ന് വിചാരിക്കുക. ഓക്കെ, നിങ്ങൾക്ക് വേറെ പുതിയത് വരുന്നുണ്ട്, നല്ലത് വരുന്നുണ്ട് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, സോ ഡെഫിനറ്റ്ലി ലക്ക് ഇസ് ഓൺ യുവർ സൈഡ്. ഇതിവിടെ നിങ്ങളുടെ ഒരു ഡിവൈൻ ടൈം ആയി എന്ന രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് നിങ്ങൾ ഐ തിങ്ക് അനുഭവിക്കാനുള്ള കുറേ അനുഭവിച്ചിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ ഒരു മാറ്റം യൂണിവേഴ്സ് നിങ്ങൾക്ക് കൊണ്ടുതരുന്നുണ്ട്. പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നു. ഓക്കെ, കോൺഫിഡൻസോടെ, അല്ലെങ്കിൽ പല കാര്യങ്ങളും ഐ തിങ്ക് നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും, നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവും. ചില കാര്യങ്ങൾ നിങ്ങൾ പുതിയതായിട്ട് തുടങ്ങാൻ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ ആക്ഷൻസ് എടുക്കാൻ തുടങ്ങും. ഐ തിങ്ക് നിങ്ങളൊരു സക്സസ് ഫീൽ ചെയ്യും. നിങ്ങൾക്ക് ഉള്ളിൽ തന്നെ, ഐ തിങ്ക് നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ ഫീൽ ചെയ്യും. ഓക്കെ, സോ അതിൻ്റെ ആ ഒരു എനർജി ചേഞ്ച് നിങ്ങൾക്ക് വരുന്നു എന്നാണ് പറയുന്നത്. ഐ തിങ്ക് എവിടെയോ ഒരു ഡിവൈൻ ടൈമിൻ്റെ ഒരു കാര്യം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അനുഭവിക്കാനുള്ള കർമ്മ കുറേയൊക്കെ തീർന്നു വരുന്നു എന്ന് പറയാം. അതിൻ്റെ ആവാം. ഓക്കെ, നമ്മൾ പാസ്റ്റ് ലൈഫിൻ്റെ ഒക്കെ കർമ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതൊന്ന് എൻഡ് ചെയ്യുന്നു എന്ന രീതിക്കായിരിക്കും. ഓക്കെ, നമുക്ക് ഈ ഡെക്ക് കൂടി നോക്കാം. ഷോർട്ട് റീഡിങ് എടുക്കുന്നുള്ളൂ എന്ന്. യൂണിവേഴ്സ് എന്നെ കൊണ്ട്, ഈശ്വര, ദൈവത്തിന് ഞാൻ നന്ദി പറയാണ് മനസ്സുകൊണ്ട്. ബിക്കോസ് എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത് കറക്റ്റ് ആയല്ലോ എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ. ഓക്കെ, illness is known, sickness is near, fate has its own ending to fear, you lose your money, all hopeless to you, and what is the saddest, your courage fails to. Yes, നിങ്ങൾ വല്ലാതെ ഒരു ഡിപ്രസ്ഡ് സ്റ്റേറ്റിൽ ഇരുന്നുണ്ടായിരുന്നു. ഹെൽത്ത് വൈസ്, മണി വൈസ് നിങ്ങൾക്ക് പലതും നഷ്ടപ്പെട്ട് കാണാം. ഓക്കെ, 8 ഓഫ് കപ്സിൻ്റെ ഇപ്പോൾ പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റാം, നിങ്ങൾക്ക് പലതും നഷ്ടപ്പെട്ടു പിന്നിൽ. പക്ഷേ നിങ്ങൾ മുന്നോട്ട് പോവുകയാണ്, നിങ്ങൾ ലൈഫിൽ മുന്നോട്ട് പോവുകയാണ്. ഓക്കെ, ചില എൻഡിങ്സ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നു, ശരിയാണ്. ഓക്കെ, നിങ്ങൾ അതിൽ നിന്നൊക്കെ ചിലത് നിങ്ങൾ വിട്ട് കളഞ്ഞാവാം, അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും വിട്ടുപോയതാവാം. ഓക്കെ, ചില എൻഡിങ്സ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നു എന്ന് കാണുന്നുണ്ട്. സിക്നസ് കാണുന്നുണ്ട്, ഇൽനെസ് എന്ന് പറയുന്നുണ്ട്, അസുഖങ്ങൾ, കാര്യങ്ങൾ. യെസ്, thank you God. Okay, a cross weaves pain, historically sad, a distance too close means tidings are bad, suffering increases. ഓക്കെ, നിങ്ങൾ ഒരുപാട് ഐ തിങ്ക് അനുഭവിച്ചിട്ടുണ്ട്. ഓക്കെ, അത് തന്നെയാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത്. ഐ തിങ്ക് നിങ്ങൾ നല്ലോണം ഒരുപാട് ശരിക്കും ബേർഡൻ, അത് ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് നിങ്ങൾ ബേർഡൻ ക്യാരി ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ബാധ്യതകൾ, റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ഒരുപാട് ക്യാരി ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ പാസ്റ്റ് ലൈഫിൻ്റെ ആയിരിക്കാം. എനിക്കത് നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ. അത് പക്ഷെ എൻ്റെ ആവുന്ന ഒരു ഇതിലാണ് നമ്മൾ ടാരോയിൽ കണ്ടത് കേട്ടോ. Yes, lilies are white, green leaves surround, the outlook is bright and passion will abound. When this card rests higher, it means good disposition. The card resting lower isn't. Okay, leave it. ഇത് പറയുന്നത് നിങ്ങൾക്ക് നല്ലത് വരുന്നു എന്നാണ്. ഓക്കെ, പുതിയ തുടക്കങ്ങൾ വരുന്നു, പാഷൻ വരുന്നു. നിങ്ങൾക്ക് അഗൈൻ ഞാൻ പറഞ്ഞ പോലെ പുതിയ ഒരു കോൺഫിഡൻസോടെ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നു. നിങ്ങൾക്ക് നല്ലത് വരാൻ പോകുന്നു എന്നാണ് പറയുന്നത്. കർമ്മ നിങ്ങളുടെ ഐ തിങ്ക് അവസാനിച്ച് വരികയാണ്. കർമ്മ അവസാനിച്ച് നല്ലൊരു പീരീഡിലേക്ക് നിങ്ങൾ വരികയാണ്. ഓക്കെ, നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളുടെ ഫലമായിട്ട് നിങ്ങൾക്ക് പലതും വരാൻ തുടങ്ങും. നിങ്ങൾ നല്ലോണം പ്രാർത്ഥിക്കുക. ഓക്കെ, ഒരുപാട് പ്രാർത്ഥന നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. Lone tower stands confident and secure. Ground your strength in all that is pure. When troubles surround, weakness may come. Problems that abound, you must overcome. നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും. ഓക്കെ, നമ്മൾ ഏസ് ഓഫ് സോർട്സ് പറഞ്ഞു അല്ലേ, നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും. എന്ത് പ്രോബ്ലം നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിലും അതിനെ ഓവർകം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ തനിച്ച് നിൽക്കുമ്പോൾ ഒരിക്കലും വിഷമിക്കരുത്. അത് നിങ്ങൾക്ക് സ്ട്രെങ്ത് തരാണ്. ഓക്കെ, നിങ്ങളുടെ സ്ട്രെങ്ത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കി തരാണ് യൂണിവേഴ്സ്. ഓക്കെ, നിങ്ങൾ വളരെ സ്ട്രോങ് പേഴ്സൺ ആണ്. നിങ്ങൾക്ക് ആക്ഷൻസ് എടുക്കാൻ സാധിക്കും. കോൺഫിഡൻറ്റോടെ കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, ലാസ്റ്റ് the gardens entreat to a party you will go, new friends will arrive and romance will flow. Okay, and lives to be enjoyed with nature all around in this verdant setting, beauty and peace around. ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ ഒരു ട്രിപ്പ് പോകാൻ സാധ്യതയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളൊരു യാത്ര കാണുന്നുണ്ട് എനിക്ക്. ചിലപ്പോൾ ജോലിക്ക് വേണ്ടിയിട്ടായിരിക്കാം, ചിലപ്പോൾ വേറെ ഒരു ട്രിപ്പായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ സക്സസ് നിങ്ങൾ എൻജോയ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്ത് പോകാനുള്ള സാധ്യതയുണ്ട്, ഫ്രണ്ട്സുമായിട്ട് മീറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയതായിട്ട് വരുന്ന കാര്യം പറഞ്ഞു. അല്ലെങ്കിൽ എൻഡായി പോയ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ചു വരുന്നു. ഓക്കെ, ന്യൂ ഫ്രണ്ട്ഷിപ്സ് വരാം, അല്ലെങ്കിൽ പഴയ പേഴ്സൺ തിരിച്ചു വരാം. ഓക്കെ, നിങ്ങൾ റൊമാൻറ്റിക് ആയിട്ടുള്ള ടൈം സ്പെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് ജസ്റ്റ് ഹാപ്പി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാം. പാർട്ടി വല്ലതും പോകാൻ നിങ്ങൾ പ്ലാൻ ഉണ്ടെങ്കിൽ യെസ്, അത് നിങ്ങൾക്ക് വളരെ സന്തോഷം തരുന്ന ചില സംഭവങ്ങൾ ഉണ്ടാവും. ഓക്കെ, ഐ തിങ്ക് ആ ഒരു സ്ട്രെസ്സിൻ്റെ പീരീഡിൽ നിന്ന് നിങ്ങൾ പുറത്ത് വരാൻ പോകണം. ഇതിങ്ങനെ പറയാം. ഓക്കെ, കുറേ അവസാനിച്ചു. ഐ തിങ്ക് നിങ്ങൾ ഒരുപാട് സ്ട്രെസ് അനുഭവിച്ചു, വിഷമം അനുഭവിച്ചു. ഇനി നല്ലത് വരാൻ പോകുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഷൈനിങ് സ്റ്റാറും ഉണ്ട്. സ്റ്റാർ നമുക്കറിയാലോ എന്താണ്, ഹോപ്പാണ്, പ്രതീക്ഷയാണ് അല്ലേ.
സോ പ്രതീക്ഷ തീർച്ചയായിട്ടും യൂണിവേഴ്സ് തരുന്നുണ്ട് നിങ്ങൾക്ക്. വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക, കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോവുക. പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ശരിയാണ്, പ്രശ്നങ്ങൾ ഫേസ് ചെയ്തു, പക്ഷെ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്. അതാണ് നിങ്ങളുടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് തന്ന ബ്ലെസ്സിങ്. ഓക്കെ, അതിന് നന്ദി പറയാം യൂണിവേഴ്സിനോട് എപ്പോഴും. നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.